പ്രവീൺ കുമാർ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇതൊരു AI ജനറേറ്റഡ് ചിത്രമല്ല, വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ് ഇത് സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചത് എന്ന് ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. പക്ഷേ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ യാതൊരു തരത്തിലും ഇതുമായി ബന്ധമില്ലാത്ത ഒരാളെ കസ്റ്റഡിയിലെടുത്തു എങ്കിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? അതായത് ഇതൊരു ജനാധിപത്യ സർക്കാരിന് യോജിച്ച രീതിയല്ല. മാത്രമല്ല, ഇപ്പോൾ നടന്നിരിക്കുന്നത് അന്യായമായ അറസ്റ്റാണ്. കലാപാഹാനത്തിന് എന്റെ പേരാണ് കേസെടുത്ത് തുറന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ ലഭിച്ച FIR കോപ്പിയിൽ എല്ലാം ബെയിലബിൾ ഒഫൻസ് ആണ്. പിന്നീട് സെക്ഷൻസ് കൂട്ടിച്ചേർത്ത് ഞങ്ങൾക്കറിയില്ല. ബെയിലബിൾ ഒഫൻസായി കേസെടുത്ത് ഒരു FIR ഇട്ടൊരു കേസിൽ ഒരാളെ വളരെ സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ, കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാവിനെ വീട്ടിൽ പോയി ഒരു ക്രിമിനലിനെയോ ഒരു സാമൂഹ്യ വിരുദ്ധനെയോ അല്ലെങ്കിൽ ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത ആളിനെ അറസ്റ്റ് ചെയ്ത പോലത്തെ നടപടി ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഞാനും ശ്രീ KC അബുവും ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. എന്താണ് ഇതിന്റെ പ്രകോപനം അറിയില്ല. ഇതിലെ മറ്റൊരു രസകരമായ കാര്യം, സുബ്രഹ്മണ്യൻ ചെയ്തു എന്ന് പറയുന്ന അതേ കുറ്റം ശ്രീ രാജീവ് ചന്ദ്രശേഖരനും BJPയുടെ സംസ്ഥാന പ്രസിഡന്റും ചെയ്തിട്ടുണ്ട്. ഇതേ സാധനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ചെറുവിരനക്കാത്ത പിണറായിയുടെ പോലീസ് കോൺഗ്രസിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ വേട്ടയാടുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല. ഈ നടപടി ജനാധിപത്യ കേരളം പുച്ഛിച്ചു തുടങ്ങും. ഇതിന് കനത്ത സർക്കാർ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ അതിജീവിതയെ അപമാനിച്ച കേസിലും സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഒരാളെ മാത്രം അകത്തിടുക, മറ്റുള്ളവർക്ക് ജാമ്യം അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ AI ജനറേറ്റഡ് ആണ് ഈ ചിത്രങ്ങൾ എന്ന് പോലീസ് ഈ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നവരെങ്കിലും ഉറപ്പിച്ച് പറയുന്നു. അവരുടെ കയ്യിൽ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ? എന്താണ് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വിശദമായി അവർ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ആദ്യത്തെ ഇൻഫർമേഷൻ എന്താ? FIR ആണ്. ആ FIR പ്രകാരം ഞങ്ങൾക്ക് ഇന്നലെ ലഭിച്ചപ്പോൾ അതിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇല്ല, ബെയിലബിൾ ഒഫൻസേ ഉള്ളൂ. അങ്ങനെ ഇന്നലെ വരെ ബെയിലബിൾ ഒഫൻസ് ആയ ഒരു കേസിൽ ആ കേസ് എടുത്തേ തെറ്റ്, ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. പക്ഷെ ആ കേസിൽ FIR തന്നെ ബെയിലബിൾ ഒഫൻസസ് ആണ്. ആ ബെയിലബിൾ ഒഫൻസിലുള്ള ഒരു കേസിൽ എന്തിനാണ് ഇങ്ങനെ വീട് വളഞ്ഞിട്ട് അകാരണമായ അസമയത്തെ അറസ്റ്റ്? ഇത് കേരളമല്ലേ, ജനാധിപത്യ കേരളമല്ലേ? ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി മുറവിളി കിട്ടുന്ന ഒരു പാർട്ടിയല്ലേ ഈ നാട് ഭരിക്കുന്നത്? ആ പാർട്ടിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണോ അല്ലെ ഈ കാര്യം ചെയ്തത്? അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ജനാധിപത്യ സർക്കാരിന് യോജിച്ചതല്ല, ഒരിക്കൽ പോലും അംഗീകരിക്കാൻ സാധിക്കില്ല. ശരി, വളരെ നന്ദി K. പ്രവീൺ കുമാർ അഭിപ്രായം പങ്കുവച്ചതിന്. ഇംതിയാസ് കരീം തുടരുന്നുണ്ട്. ഇംതിയാസ്, ജനാധിപത്യ ഭരണകൂടത്തിന് യോജിച്ചതല്ല ഈ നടപടി എന്നാണ് DCC പ്രസിഡന്റും ഇപ്പോൾ പ്രതികരിച്ചത്. നോൺ ബെയിലബിൾ ആയിരുന്നില്ല ചാർത്തിയിരുന്ന കുറ്റങ്ങൾ എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്തത് തിടുക്കത്തിൽ എന്നതാണ് ഉന്നയിക്കുന്ന ചോദ്യവും. പറയൂ ഇംതിയാസ്. മോദി തീർച്ചയായിട്ടും അതായത് DCC അധ്യക്ഷൻ പറഞ്ഞടക്കം ഉള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ കലാപോഹനത്തിന് കേസ് വരുമ്പോൾ, സുബ്രഹ്മണ്യനെതിരെ കേസ് വരുമ്പോൾ തന്നെ സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പോലീസിനെതിരെയൊക്കെ പല കോലത്തിൽ പല തരത്തിൽ വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഫോട്ടോ, ഇത് AI അല്ല, യഥാർത്ഥ ചിത്രമാണ് എന്ന് സുബ്രഹ്മണ്യനും കോൺഗ്രസും അടക്കം പറയുമ്പോൾ ഇത് AI ഫോട്ടോ ആണ്, ഇത് യഥാർത്ഥ ചിത്രമല്ല എന്ന് CPM-ഉം പാർട്ടി സെക്രട്ടറി അടക്കം ഇന്നലെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ശാസ്ത്രീയമായി ഇത് പരിശോധിച്ച് ഇത് AI ഫോട്ടോ ആണോ അല്ലേ എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ട്. പക്ഷേ താനത് ആ ഫോട്ടോ താൻ പിൻവലിക്കില്ല, അത് യഥാർത്ഥ ചിത്രമാണ് എന്ന വാദത്തിൽ സുബ്രഹ്മണ്യൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കേസ്, ഇപ്പോൾ ചേവായൂർ പോലീസ് ഇപ്പോൾ ഇതിൽ കേസ് എടുത്തിരിക്കുന്നത്. അത്രയും ആ രീതിയിലേക്കുള്ള നടപടിയിലേക്ക് ഉടനെ തന്നെ പോകേണ്ടതുണ്ടോ എന്നാണ് വിമർശിക്കുന്നവർ ആദ്യം ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം.